സം മന്ത്സ് ബാക്ക് ഞാൻ തന്നെ ഇൻസ്റ്റഗ്രാമിലുള്ള ഒരു ഇൻഫ്ലുവൻസർ, ഒരു ഏത്തിസ്റ്റ് എന്നൊക്കെ സ്വയം പറയുന്ന ഒരാളോട് സംസാരിക്കുകയായിരുന്നു. സംസാരിച്ചത് മറ്റൊന്നിനെ കുറിച്ചുമല്ല, ജാതീയതയെക്കുറിച്ചും കാസ്റ്റ് റിസർവേഷനെ കുറിച്ചും ഇപ്പോൾ നിലനിൽക്കുന്ന ജാതീയതയെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ പുള്ളി പറയുന്നത് ഇപ്പോൾ ജാതിയുള്ളത് ഈ ജെൻസി കിഡ്സിൻ്റെയോ നമ്മുടെ ജനറേഷൻ്റെ ഉള്ളിലൊന്നുമില്ല. ഇപ്പോൾ ജാതിയുള്ളത് സുരേഷ് ഗോപി, പിന്നെ മറ്റേ ഡാൻസ് കളിക്കുന്നെന്ന് പറഞ്ഞ സത്യഭാമ, ആ സ്ത്രീയുടെ പേരെന്താ, അവരുടെ ഉള്ളിലൊക്കെയാണ് ജാതിയുള്ളത്. ഇപ്പോഴത്തെ ജനറേഷനുള്ളിലും ജാതിയില്ല. അങ്ങനെ ജാതി ഉണ്ടായിരുന്നെങ്കിൽ വേടനൊക്കെ സ്റ്റേജിൽ കയറി പാടാൻ പറ്റുമോ, അവനൊക്കെ പാടത്ത് പണിയെടുക്കണ്ടേ എന്ന രീതിയിലൊക്കെയാണ് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിനോട് എനിക്ക് കാണിക്കാനുള്ള ഒരു വീഡിയോ ആണ് ഇത്. വീഡിയോ എന്താണെന്ന് മനസ്സിലായല്ലോ. പക്ക ജാതിയാണ് അവിടെ പറയുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ താഴ്ന്ന ജാതിക്കാർ വരും, അവർക്ക് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന പാത്രത്തിൽ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ആ പാത്രം പിന്നെ തൊടാൻ കഴിയത്തില്ല എന്ന ചിന്തയിൽ നിന്ന് വന്നൊരു റീൽ. കാസ്റ്റിസത്തിൻ്റെയൊക്കെ ഏറ്റവും ഹയർ ലെവൽ ഓഫ് വൃത്തികേടാണ് ഈ കാണുന്നത്. അൺടച്ചബിലിറ്റി നമ്മൾ പറയും. അപ്പോൾ ഈ പഴയ ജനറേഷനിൽ മാത്രമേ ജാതിയുള്ളൂ എന്ന് പറയുന്ന ആൾക്കാരെ അറിയാൻ വേണ്ടി ഈ ഇൻസ്റ്റഗ്രാമൊക്കെ യൂസ് ചെയ്യുന്നത് എന്തായാലും പഴയ ജനറേഷൻ എന്ന് പറയാം. ഈ അക്കൗണ്ട് നോക്കിയാൽ ഈ അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് ഒരു പഴയ ജനറേഷനേ അല്ല. അതിലിട്ടേക്കുന്ന വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഇപ്പോഴത്തെ ജെൻസി വിഭാഗത്തിൽ വരുന്ന ഒരാളിട്ട റീലാണിത്. കാരണം ഈ ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യാൻ ഇതിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഇത്തിരി പ്രായമുള്ള ആൾക്കാർക്കൊന്നും അത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ജനറേഷനിലുള്ള ആൾക്കാരും പിന്നെ നമ്മുടെ താഴോട്ടുള്ള ജനറേഷനിലുള്ള ആൾക്കാരൊക്കെയാണ്. അവരുടെ ഉള്ളിലും ജാതിയുണ്ട് എന്നതാണ് ഈ റീല് കാണിക്കുന്നത്. ഇതിലെ ഏറ്റവും സ്കേറി തിങ് എന്താണെന്ന് അറിയാമോ? അതിൻ്റെ ലൈക്സ്. 10,000-ൽ കൂടുതൽ ലൈക്കുകൾ അതിനുണ്ട്. അതിൻ്റെ വ്യൂസ് ഞാൻ പറയുന്നില്ല, 1 മില്യൺ അടുപ്പിച്ചൊക്കെ വ്യൂസ് പോയ ഒരു സാധനമാണ്. ഷെയർസ് കണ്ടല്ലോ 48,000. ഇപ്പോൾ അയാൾ ആ റീല് ഡിലീറ്റ് ചെയ്തു, എന്നിട്ട് മാപ്പൊക്കെ പറയുന്നുണ്ട്. അതിനും അയാൾ ന്യായീകരിക്കുന്നുണ്ട്. എല്ലാവരും ഫണ്ണ് ആസ്വദിക്കുന്നു, എന്നെയും ഫണ്ണ് ആസ്വദിക്കാൻ അനുവദിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനെ നമ്മൾ എക്സ്ട്രീം ലെവൽ ഓഫ് ജാതീയത എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? ഫേസ്ബുക്കിലാണെങ്കിൽ നമുക്ക് പറയാം ഇതൊക്കെ ചെയ്യുന്നത് അമ്മാവന്മാരാണ്. എന്നാൽ ഇൻസ്റ്റഗ്രാം, ഏത് കണക്കെടുത്ത് നോക്കിയാലും ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേകതരം പ്രായത്തിലുള്ള ആൾക്കാരാണ്. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, ഇതിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്, ലൈക്ക് ചെയ്യുന്നത്, കമൻറ്റ് ചെയ്യുന്നത്, ഈ സാധനങ്ങൾ ഇടുന്നത്. ഇങ്ങനെയൊരു സമൂഹത്തിലാണ് ഈ പെരിയ ഏത്തിസ്റ്റ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ പറയുന്നത് റിസർവേഷൻ്റെ ഒന്നും ആവശ്യമില്ല, അത് തുല്യനീതി അല്ലെന്നൊക്കെ. ഇതൊക്കെയായിരിക്കും ഇവരുടെ തുല്യനീതി.